പശ്ചിമ ബംഗാളിലെ ബിർഭൂമിൽ മുൻ ബസ് ഡ്രൈവറുടെ വീട്ടിൽ നിന്ന് 5.5 കോടി രൂപയുടെ പണവും 15 കിലോ സ്വർണവും പിടിച്ചെടുത്തിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ പോലീസ്. മുഹമ്മദ് ബസാർ മേഖലയിലെ സാധാരണ 2 നില കെട്ടിടത്തിൽ ചൊവ്വാഴ്ച രാത്രി ആരംഭിച്ച പരിശോധന ബുധനാഴ്ച വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കറൻസി എണ്ണുന്ന യന്ത്രങ്ങൾ എത്തിച്ചാണ് റെയ്ഡിൽ കണ്ടെത്തിയ പണം പോലീസ് സംഘം എണ്ണി തിട്ടപ്പെടുത്തിയത്. ഋതുപ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമതച്ചേരിയിലേക്ക് മാറിയ മുൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അനുവൃത മണ്ഡലിന്റെ അടുത്ത അനുയായിയും വ്യവസായിയുമായ തുളു മണ്ഡലിന്റെ ബന്ധു മിനാർ മണ്ഡലിന്റെ വസതിയിലാണ് റെയ്ഡ് നടന്നത്. സ്വർണവും പണവും തന്റേതല്ലെന്നും തുളു മണ്ഡലിന്റേതാണെന്നും ഇവ സൂക്ഷിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് മീനാറിന്റെ മൊഴി. റെയ്ഡ് സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ 5.5 കോടിയുടെ രൂപയാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അത് എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി നോട്ട് എണ്ണുന്ന മെഷീൻ പോലീസ് വരുത്തി. ആ 5 മെഷീനും നോട്ടെണ്ണുന്നതിനിടയിൽ കേടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി ആരംഭിച്ച റെയ്ഡിൽ ആദ്യം കണ്ടെത്തിയത് 5.5 കോടിയോളം രൂപയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 28 കോടി രൂപയ്ക്ക് മുകളിൽ രണ്ടാമതും പണം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പണം എണ്ണുന്നതിനിടെ 5 കറൻസി എണ്ണൽ മെഷീനുകൾ കേടായതായും പോലീസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൻ സന്നാഹമാണ് പരിശോധനയിൽ പങ്കെടുത്തത്. പാറ ക്വാറികളും ക്രഷർ യൂണിറ്റുകളും നടത്തുന്ന തുളു മണ്ഡലുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് മിന്നാർ മണ്ഡൽ എന്നാണ് പോലീസ് പറയുന്നത്. റെയ്ഡിന് പിന്നിലെ കൃത്യമായ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ തുടരുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കിയിരിക്കുകയാണ്. മണൽ മാഫിയക്കെതിരെ നിയമപാലകർ നടത്തിയ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണിതെന്നും ബിർഭൂം പോലീസും നടത്തിയ മിന്നൽ പരിശോധനയിൽ തുളു മണ്ഡൽ എന്ന നസീബുദ്ദീന്റെ ഒളിസങ്കേതത്തിൽ നിന്നാണ് വൻ തുകയും 15 കിലോ സ്വർണവും പിടിച്ചെടുത്തതെന്നാണ് മുഖ്യമന്ത്രി എക്സിൽ കുറിച്ചത്. വൻതോതിൽ പണവും സ്വർണവും പിടിച്ചെടുത്ത സംഭവത്തിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിലെ ഇരുഭാഗങ്ങൾ തമ്മിൽ പരസ്യമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അഴിമതിയിലൂടെ സമ്പാദിച്ച പണം ഒളിപ്പിക്കാൻ ചില നേതാക്കൾ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് പിടിയിലായവർ അത്തരം നേതാക്കളുടെ വിശ്വസ്തരാണെന്നാണ് TMC MLA കുനാൽ ഘോഷ് പറയുന്നത്. ആവശ്യമെങ്കിൽ പോലീസ് ഇത്തരക്കാരെ ചോദ്യം ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നേതാക്കളുടെ തണലിലാണ് ഇത്രയും കാലം അനധികൃത സ്വത്ത് സമ്പാദനം നടന്നതെന്നും മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണം നടത്തണമെന്നും തൃണമൂൽ MP കല്യാൺ ബാനർജി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച പോലീസിനെ പ്രശംസിച്ച ഋതുപ്രത ബാനർജി പക്ഷക്കാരനായ തൃണമൂൽ MLA പ്രസൂൺ ബാനർജി പണത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥരെ കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കണം. റെയ്ഡിൽ കോടികൾ പിടിയിലായതോടെ തുളു മണ്ഡൽ 2024 ബിർഭൂമിലെ സൂര്യയിൽ തന്റെ മക്കൾക്കായി സംഘടിപ്പിച്ച ആഡംബര വിവാഹവും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ബോളിവുഡ് അതോടൊപ്പം തന്നെ ബംഗാളി സിനിമാ താരങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ ആഡംബര വിവാഹത്തിന് പിന്നിലെ സാമ്പത്തിക സ്രോതസ്സുകളും അന്വേഷണ പരിധിയിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ.